നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആരോഗ്യരംഗത്ത് നിന്നുള്ള പ്രധാന വാർത്തകൾ. വീണ്ടും ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കുപ്പികളിൽ ടോയ്ലറ്റ് സീറ്റിലുള്ളതിനേക്കാൾ കൂടുതൽ ബാക്ടീരിയകൾ താമസമെന്ന പഠനങ്ങൾ. സ്മാർട്ട് ഫോണുമായി കൂടുതൽ ഇടപഴകി വളരുന്ന കുഞ്ഞുങ്ങൾ വളരെ പതുക്കെ മാത്രമേ സംസാരിച്ചു തുടങ്ങൂ എന്ന് ഗവേഷകർ. തൈരിലടങ്ങിയിരിക്കുന്ന ലാക്ടോബാസിലസ് ബാക്ടീരിയയ്ക്ക് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പഠനം. വീണ്ടും ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കുപ്പികളിൽ ടോയ്ലറ്റ് സീറ്റിലുള്ളതിനേക്കാൾ കൂടുതൽ ബാക്ടീരിയകൾ താമസമെന്ന പഠനങ്ങൾ പുറത്തുവന്നു. ട്രെഡ്മിൽ റിവ്യൂസ് ആണ് പഠനം നടത്തിയത്. ഒരു കായികതാരം പുനരുപയോഗിച്ച പ്ലാസ്റ്റിക് കുപ്പി പഠനവിധേയമാക്കിയായിരുന്നു നിരീക്ഷണം. പഠനത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 9 ലക്ഷത്തിലേറെ ബാക്ടീരിയകൾ കുപ്പിയിൽ കൂടുകെട്ടുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തി. പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ കോളനി ഉണ്ടാക്കുന്ന ബാക്ടീരിയകളിൽ 60% അസുഖമുണ്ടാക്കുന്നവയാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബിസ്ഫെനോൾ സെക്സ് ഹോർമോണുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കുരുന്നുകളെ സ്മാർട്ട് ഫോണിന്റെ വലയിലേക്ക് മാതാപിതാക്കൾ വലിച്ചിടരുതെന്ന പഠനങ്ങൾ. സ്മാർട്ട് ഫോണുമായി കൂടുതൽ ഇടപഴകി വളരുന്ന കുഞ്ഞുങ്ങൾ വളരെ പതുക്കെ മാത്രമേ സംസാരിച്ചു തുടങ്ങൂ എന്ന് പഠനം പറയുന്നു. 6 മാസം മുതൽ 2 വയസ്സ് വരെ പ്രായമുള്ള 1000-ഓളം കുഞ്ഞുങ്ങളെ വിശദമായി പഠിച്ചാണ് നിഗമനത്തിലെത്തിയത്. ദിവസവും 30 മിനിറ്റിലധികമായി സ്മാർട്ട് ഫോൺ നോക്കിയിരിക്കുന്ന കുട്ടികൾക്കാണ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നും ഗവേഷകർ പറയുന്നു. സംസാരിച്ചു തുടങ്ങിയാൽ തന്നെ വളരെ കുറവ് മാത്രമാണ് ഇവർ സംസാരിക്കുന്നതെന്നും പഠനത്തിൽ തെളിഞ്ഞു. മറ്റു മനുഷ്യരോട് ഇടപഴകുന്നത് വളരെയധികം കുറയുമെന്നതാണ് ഇതിന് കാരണം. സോറിയാസിസ് എന്ന രോഗവും അതിനുള്ള ആയുർവേദ ചികിത്സയും, ഇതേക്കുറിച്ച് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കല്ലിയൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി GP ആണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, സോറിയാസിസ് എന്ന രോഗത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? പലപ്പോഴും ഇതൊരു സ്കിൻ ഡിസീസായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ടോ? അതായത് ത്വക്കിലെ കോശങ്ങളുടെ നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലുള്ളതും അനാരോഗ്യകരമായിട്ടുള്ളതും ക്രമാതീതമായിട്ടുള്ള വിഭജനം, അതായത് നിർമ്മാണ നശീകരണ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്നൊരു രോഗമാണ്. ത്വക്കിലാണ് ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ത്വക്ക് രോഗം എന്ന് പറയുന്നതിൽ ഉപരി അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് നമ്മുടെ സ്വതവേയുള്ള പ്രതിരോധ ശേഷി തന്നെ നമുക്ക് എഗൻസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നത് മൂലമുണ്ടാകുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദീർഘനാൾ നിലനിൽക്കുന്നു. അതായത് കുറഞ്ഞും കൂടിയും ഈ ഒരു രോഗം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് നമ്മുടെ ത്വക്കിലെ കോശങ്ങൾ വിഭജിക്കേണ്ടതിൻ്റെയും അതായത് പുതിയതുണ്ടാകേണ്ടതിൻ്റെയും നശിക്കേണ്ടതിൻ്റെയും ഒരു ആരോഗ്യകരമായ അളവുണ്ട്. പക്ഷെ അതിനേക്കാൾ വളരെ വേഗത്തിൽ പുതിയ കോശങ്ങൾ ഉണ്ടാകുകയും ഉണ്ടായ കോശങ്ങൾ വേഗം നശിച്ചു പോയിട്ട് ഡെഡ് ടിഷ്യൂസ് പാളിയായിട്ട് നമ്മുടെ തൊലിയുടെ പ്രതലത്തിൽ കാണുകയും ചെയ്യുന്നു. വളരെ ചൊറിച്ചിലോടും വേദനയോടും കൂടി കാണപ്പെടുന്ന ഈ ഒരു രോഗം വളരെ കാലമായി നിലനിൽക്കുന്നു. പക്ഷെ ഒരു കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ അത് ഒരു രോഗിയുടെ അതിൻ്റെ ഒരു അപ്പിയറൻസ് കൊണ്ടിട്ട് തന്നെയും വളരെ അരോചകമായ ഒരു അപ്പിയറൻസ് ഉണ്ടാക്കുകയും കാഴ്ചയിലുള്ള അഭംഗി മൂലമൊക്കെ രോഗിയുടെ നിത്യജീവിതത്തെ വളരെ സാരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് സോറിയാസിസ് എന്നുള്ളത്. ഇതിപ്പോൾ കേരളത്തിൽ ഈ ഒരു അസുഖം കൂടി വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ഒരു ജീവിതശൈലിയുടെയും നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെയൊക്കെ തകരാറ് മൂലം ഇപ്പോൾ കുറച്ച് അധികരിച്ച് കാണുന്നതായിട്ടാണ് കാണുന്നത്. അത് സ്ത്രീകളിലും പുരുഷനിലും ഒരുപോലെ തന്നെ കാണുന്നുണ്ട്. മാത്രമല്ല ചികിത്സയുടെ കാര്യത്തിലും പലരും പെട്ടെന്നൊരു ചികിത്സയ്ക്ക് ഒരു ആശ്വാസം കിട്ടണമെന്ന രീതിയിൽ കൃത്യമായ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സ കൃത്യമായി അവസാനിക്കുന്നതിന് മുന്നേ തന്നെ വേറൊരു ചികിത്സയ്ക്ക് പോകുന്നു. വളരെയധികം ആൾക്കാർക്ക് എക്സ്പോഷർ കൂടുതലാണ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ, പക്ഷെ ഒന്നും കൃത്യമായി ചെയ്യുന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു രോഗത്തിൻ്റെ സാധ്യത, ഒരു പ്രിവലൻസ് ഇപ്പോൾ കുറച്ചധികം കാണുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു OP വരുന്ന എനിക്ക് ലോക ജനസംഖ്യയിൽ 2% ആൾക്കാർക്ക് സോറിയാസിസ് ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു നമ്മുടെ പ്രതിരോധ ശക്തിയെ ബാധിക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ കുഴപ്പം കൊണ്ടുണ്ടാകുന്നതാണെന്ന്. അപ്പോൾ അത് ജീവിതശൈലിയുമായി ഈ രോഗം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ജീവിതശൈലിയിലുള്ള താളക്കേടുകൾ ഈ രോഗത്തിലേക്ക് എത്തിക്കാറുണ്ടോ?
ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി, അതായത് ഒരു നെഗറ്റീവ് ഒരു നമ്മുടെ സ്വതവേയുള്ള പ്രതിരോധ ശേഷി എന്ന് പറയാൻ നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുമ്പോൾ ശരീരത്തിലേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ളതാണ്. പക്ഷേ ഇത്തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ അധികമായി അത് പ്രതികരിക്കുകയും അതുമൂലം രോഗാവസ്ഥ വരികയുമാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതശൈലി എന്ന് പറയുമ്പം ജനിതകമായ ഒരു ഘടകം സോറിയാസിസ് വരുന്നതിലുണ്ട്. നമ്മുടെ ജീവിതശൈലി ഈ രോഗം നിയന്ത്രണ വിധേയമാക്കുന്നതിനും അത് ക്രമീകരിക്കുന്നതിനും, അതായത് ഞാൻ പറഞ്ഞു നേരത്തെ റെക്കറൻസ് കൂടുതലുണ്ടാണ്, റിലാപ്സ് ആൻഡ് റെമിറ്റൻസ്, ആ ജീവിതശൈലി കൃത്യമായി ഇരുന്നാലും മാത്രമേ അതിനെ നിയന്ത്രണ വിധേയമാക്കാനും രോഗമില്ലാത്തൊരവസ്ഥ നമുക്ക് രോഗത്തിൽ നിന്നും വിമുക്തി നേടിയിരിക്കുന്ന ഒരവസ്ഥയുടെ പീരീഡ് നമുക്ക് കൂട്ടാനും സാധിക്കുകയുള്ളൂ. അതായത് വീണ്ടും വരുന്നത് തടയാനായിട്ട് നമ്മുടെ ജീവിതശൈലി ക്രമീകരണം വളരെയധികം സഹായകമാണ്. ഇത് ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ ഈ സോറിയാസിസ് കാണപ്പെടുന്നത്? ശരീരത്തിൽ പ്രധാനമായും ഏതൊക്കെ ഭാഗത്ത് ഇത് വരും? അതായത് സോറിയാസിസ് പലതരത്തിലുണ്ട്. ആ ഓരോ തരങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് ശരീരത്തിൽ കാണപ്പെടുന്ന ഭാഗങ്ങളിലും വ്യതിയാനം വരുന്നു. സാധാരണയായി കാണുന്നത് പ്ലേഗ് സോറിയാസിസ് എന്ന് പറയുന്ന ഒരു തരം സോറിയാസിസ് ആണ്. അതായത് ശരീരമാസകലം കാണുന്നുവെങ്കിലും അത് പ്രധാനമായും കാണുന്നത് എക്സ്റ്റൻസാ സർഫസ് എന്ന് പറയും. അതായത് കൈമുട്ടുകളിൽ, കാലുമുട്ടുകളിൽ, തലയോട്ടിയുടെ പുറകിലൊക്കെയാണ് സാധാരണ കാണുന്നത്. അത് വളരെയധികം കൂടുതൽ പ്ലേഗ്സ് കാണുകയും പാളിയായി അടർന്നു പോവുകയും കാഴ്ചയ്ക്ക് അഭംഗി ഉണ്ടാക്കുകയും ചെയ്യുന്നു. സാധാരണയായി കാണുന്നത് പ്ലേഗ് സോറിയാസിസ് ആണ്. അതിൻ്റെ ഒരു അപ്പിയറൻസിൻ്റെ പ്രത്യേകത കൊണ്ട് ചിലപ്പോൾ ആ ഒരു വളരെയധികം കാണുന്നത് കൊണ്ട് തന്നെ അതിനൊരു സോറിയാസിസ് വൾഗാരിസ് എന്നും പറയാറുണ്ട്. ഈ പ്ലേഗ് സോറിയാസിസിൻ്റെ തന്നെ കുറച്ചുകൂടി കാഠിന്യം കൂടിയ അവസ്ഥയാണ് എറിത്തമാറ്റസ് സോറിയാസിസ് എന്ന് പറയും. അതായത് ഈ പാളികൾക്ക് അടിയിലുള്ള മീൻസ് ത്വക്കിനൊരു ചുമന്ന വീക്കോ ഇൻഫ്ലമേഷനോ ഒക്കെ കാണുന്നു. ചിലപ്പോൾ രക്തം പൊടിയുന്നതായിട്ടും കാണാം. അത് കുറച്ചുകൂടി ഒരു കാഠിന്യമുള്ള അവസ്ഥയാണ്. നമ്മുടെ ഒരു തെർമോ റെഗുലേഷൻ, അതായത് താപനിയന്ത്രണ സംവിധാനത്തിനൊക്കെ ത്വക്കിന് പങ്കുള്ളത് കൊണ്ട് ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ താപനിയന്ത്രണ സംവിധാനത്തേക്ക് അത് ബാധിക്കാം. പിന്നീട് വേറൊരു തരം സോറിയാസിസ് എന്ന് പറയുന്നത് പസ്റ്റുലാർ സോറിയാസിസ് എന്ന് പറയും. അതായത് ചെറിയ ചെറിയ പഴുപ്പ് നിറഞ്ഞ കുമിളകൾ ശരീരമാസകലം കാണുന്ന ഒരു ടൈപ്പാണ് പസ്റ്റുലാർ സോറിയാസിസ് എന്ന് പറയുന്നത്. ഈ സോറിയാസിസിന് പക്ഷേ ഈ പഴുപ്പ് രോഗാണു ബാധ കൊണ്ടുണ്ടാകുന്നതോ രോഗാണുബാധയ്ക്ക് കൂടുതൽ സാധ്യത ഉള്ളതോ ഒന്നുമല്ല. ചെറിയ ചെറിയ പഴുപ്പ് നിറഞ്ഞ കുരുക്കൾ പോലെ കാണുന്നതാണിത്. അത് ഈ രോഗമുള്ളപ്പോൾ ചിലപ്പോൾ പനിയോ ശരീരവേദനയോ ഒക്കെ അതിനോടൊപ്പം കാണാറുണ്ട്. മറ്റൊരു ടൈപ്പാണ് ഫ്ലാക്സുലാർ സോറിയാസിസ് എന്ന് പറയും. അതായത് നമ്മുടെ ത്വക്കിൻ്റെ മടക്കുകളിൽ കാണുന്നത്, കൈമടക്കുകളിൽ, കാലുമടക്കുകളിൽ, തൊടയെടുക്ക്, ബട്ടക്സിലൊക്കെ കാണുന്ന തരം സോറിയാസിസ് ആണ് ഫ്ലെക്സുലാർ സോറിയാസിസ് എന്ന് പറയുന്നത്. അത് അമിത വണ്ണമുള്ളവരിലാണെങ്കിൽ വയറിൻ്റെ അടിഭാഗം, നെഞ്ചിൻ്റെ അടിഭാഗത്തൊക്കെ ധാരാളം ലീഷൻസ് കാണുന്നു. പിന്നീട് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഗട്ടേ സോറിയാസിസ് എന്ന് പറയും. അതായത് അതിൻ്റെ വാക്ക് സൂചിപ്പിക്കുന്നത് കണ്ണുനീർ തുള്ളി പോലെ ശരീരത്തിൻ്റെ പുറം ഭാഗത്ത് ചെറിയ ചെറിയ പാച്ചസ് മാതിരി കാണുന്നതാണ് ഗട്ടേ സോറിയാസിസ്. ഇതൊക്കെയാണ് സാധാരണ കാണുന്ന സോറിയാസിസ് വകഭേദങ്ങൾ. ഈ ഒരു സോറിയാസിസിൻ്റെ വകഭേദം അനുസരിച്ച് അത് കാണുന്ന ഭാഗങ്ങളിലും വ്യത്യസ്തമായിരിക്കും. ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? മറ്റു പല സ്കിൻ ഡിസീസിനും സമാനമായ ലക്ഷണങ്ങൾ ഈ സോറിയാസിസും കാണിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാകും ഒന്ന് വേർതിരിച്ചറിയുക? ഇതിൻ്റെ ഒരു രോഗനിർണയ രീതിയും എങ്ങനെയായിരിക്കും? പക്ഷെ മറ്റ് പല സ്കിൻ ഡിസീസും നമുക്ക് സോറിയാസിസ് ലക്ഷണം കൊണ്ട് തന്നെ അറിയാൻ സാധിക്കും. കാരണം പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ത്വക്കിൻ്റെ ക്രമാതീതമായ തൊലിയിലെ കോശങ്ങളുടെ ക്രമാതീതമായ വിഭജനം മൂലം പ്ലേക്സ് തൊലിയുടെ മേത്ത് കൂടുതൽ ലെയേഴ്സ് വന്ന് അടിയുന്നതാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷണം. പിന്നീട് ചൊറിച്ചിൽ കാണും. ആയുർവേദത്തിൽ പറയുന്ന രജതാഭം രജക്കിരത്, സിൽവറി പാച്ചസും സിൽവറി സ്കെയിൽസും നമ്മളൊന്ന് ചൊറിയുകയൊക്കെ ആണെങ്കിൽ അല്ലേ തന്നെയും ചിലപ്പോൾ സിൽവറി വൈറ്റ്, അത് വെള്ളിയുടെ നിറത്തിൽ വൈറ്റ് സ്കെയിൽസ് ഇങ്ങനെ പാറിപ്പോകുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് പ്രധാന ലക്ഷണം. മറ്റ് സ്കിൻ ഡിസീസെ പോലെ ഇങ്ങനെ പൊട്ടിയൊലിച്ച് വരിക, അത് ആഡഡ് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പൊട്ടിയൊലിക്കലൊക്കെ ഉണ്ടാവുകയുള്ളൂ. എക്സിമയിൽ നിന്നൊക്കെ വ്യത്യസ്തം അറിയാനായിട്ട് ലക്ഷണങ്ങൾ മാത്രം മതി സോറിയാസിസിന് നമുക്ക് തിരിച്ചറിയാനായിട്ട്. ചൊറിച്ചിലുണ്ടായിരിക്കും. ചൊറിയുന്നത് ഈ രോഗം വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി തീരുന്നുണ്ട്. അല്ലാതെ വേറെ ഒരു പരിശോധനയുടെ ഒന്നും ആവശ്യമില്ല ഈ സോറിയാസിസ് അറിയുന്നതിന്. പക്ഷേ ചില കണ്ടീഷൻസിന് നമുക്ക് വല്ല മാലിഗ്നൻസി ഉണ്ടോ എന്ന് എന്തെങ്കിലും അറിയണമെങ്കിൽ ബയോപ്സി എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അല്ലാതെ സോറിയാസിസ് മറ്റൊരു എക്സിമ പോലുള്ള എക്ടോഡെർമറ്റൈറ്റിസ് എന്നൊക്കെ വ്യത്യസ്തമായിട്ട് അറിയാൻ അതിൻ്റെ ലക്ഷണങ്ങൾ തന്നെ നമുക്ക് സഹായകമാണ്. ഓക്കെ, ആയുർവേദം എങ്ങനെയാണ് ഈ ഒരു രോഗത്തെ കാണുന്നത്? ആയുർവേദത്തിൽ ഇതിനുള്ള ചികിത്സ എന്താണ്, എങ്ങനെയാണ്? ആയുർവേദത്തിൽ സോറിയാസിസിനെ വളരെ ദീർഘകാലമായി നിൽക്കുന്നൊരു രോഗമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ അതിൻ്റെ ചികിത്സാ സമീപനം എന്ന് പറയുന്നത് രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിനും രോഗം വീണ്ടും വരുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും ഉള്ള രീതിയിലുള്ള ചികിത്സയാണ് ചെയ്യുന്നത്. രോഗിയുടെ അവസ്ഥയും, കാരണം സോറിയാസിസ് ഉള്ള രോഗിക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്തിട്ടും രോഗത്തിൻ്റെ അവസ്ഥയും, അതായത് രോഗിയുടെ പൊതുവെയുള്ള ആരോഗ്യം, രോഗത്തിൻ്റെ കണ്ടീഷൻ, ഒരു സോറിയാസിസ് രോഗം എൻ്റെ ഒരു പ്രത്യേകത എല്ലാ സമയത്തും
സമയത്തും ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ സ്വഭാവം ചിലപ്പോൾ കാണിക്കും. മാത്രമല്ല അതിൻ്റെ തീവ്രതയിലും വ്യത്യാസമുണ്ടായിരിക്കും. അതനുസരിച്ചാണ് ചികിത്സ. പ്രധാനമായിട്ടും ചികിത്സ ചെയ്യുന്നത് രോഗിയെ ഒരു നോർമൽ ലൈഫിലേക്ക്, അതായത് നിയന്ത്രണ വിധേയമാക്കി രോഗിയെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സയാണ് ചെയ്യുന്നത്. 3 തരത്തിലാണ് ആയുർവേദം ചികിത്സ, 3 സ്റ്റേജസ് ആയിട്ടാണ് അതിനെ ചെയ്യുന്നത്. ആദ്യത്തെ ചികിത്സ എന്ന് പറയുന്നത് ശുദ്ധീകരണ ചികിത്സ, അതായത് ശോധന ചികിത്സയാണ്. ശോധന ചികിത്സയ്ക്ക് മുന്നോടിയായിട്ട് രോഗിയെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രോഗത്തിൻ്റെ അവസ്ഥയും രോഗിയുടെ അവസ്ഥയും അനുസരിച്ച് രോഗിയെ ഒരു പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് സാധാരണ നമ്മൾ ഔഷധമായി നൽകുന്നത് ഔഷധങ്ങൾ നെയ്യിലോ എണ്ണയിലോ ലയിപ്പിച്ചിട്ട്, അതായത് ഔഷധങ്ങളുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആര്യവേപ്പ്, ചിറ്റമൃത് തുടങ്ങിയ ഔഷധങ്ങൾ, ഒരു കൂട്ടം ഔഷധങ്ങളാണ്. അത് നെയ്യിലോ എണ്ണയിലോ ലയിപ്പിച്ചിട്ട് ആ എണ്ണയും നെയ്യും രോഗിയുടെ അവസ്ഥ അനുസരിച്ച് വലിയ അളവിൽ, സ്നേഹപാനം എന്ന് അത് പറയുന്നത്, അതിനൊരു ഡ്യൂറേഷനുണ്ട്, എത്ര ദിവസം കൊടുക്കണമെന്നും. ആ കൊടുക്കുന്ന സ്നേഹപാനം കഴിഞ്ഞിട്ട് രോഗിയെ ശോധനയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ശുദ്ധീകരണ പ്രോസസ്സ്, പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലക്ഷണം നമുക്ക് ബോധ്യമായാൽ, അതായത് രോഗിയെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കാം എന്നുള്ള ലക്ഷണം നമുക്ക് കാണുന്നത് വരെ ആ ഒരു സ്നേഹപാനം, ഉള്ളിൽ നെയ്യോ തൈലത്തിലോ പാകപ്പെടുത്തിയ ഔഷധം കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പ്രധാനമായിട്ടും സോറിയാസിസിൽ ചെയ്യുന്ന ശോധന പ്രക്രിയ എന്ന് പറയുന്നത് വമനം അഥവാ ഛർദ്ദിപ്പിക്കലാണ്. ചില കണ്ടീഷൻസിൽ വിരേചനവും ചെയ്യേണ്ടി വരും. വമനം അഥവാ ഛർദ്ദിപ്പിക്കൽ ചെയ്യുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ചികിത്സാക്രമമാണ്. ഡോക്ടറിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ആ ചികിത്സ ചെയ്യാൻ പാടുള്ളൂ. ഈ വമനം അല്ലെങ്കിൽ വിരേചനം, സ്നേഹപാനവും ചെയ്യേണ്ടത് എത്ര ഡ്യൂറേഷൻ ഇടവിട്ടാണെന്നും ആവർത്തിച്ചും ചെയ്യേണ്ടി വരുന്നു. രോഗത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് അത് വീണ്ടും ആവർത്തിച്ചും ചെയ്യേണ്ടി വരുന്നു. അത് രോഗിയുടെയും ഓരോ രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ശമന ചികിത്സ ചെയ്യുന്നു, അതായത് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും വീണ്ടും വരാതിരിക്കുന്നതിനും വേണ്ടി നേരത്തെ സൂചിപ്പിച്ച ഔഷധങ്ങൾ തന്നെ നെയ്യിൽ വളരെ ചെറിയ അളവിൽ, നമ്മൾ സ്നേഹപാനത്തിന് കൂടുതൽ അളവ് കൂട്ടിയായിരിക്കും കൊടുക്കുക, ശമനത്തിൽ ചെയ്യുമ്പോഴത്തേനും ചെറിയ അളവിൽ കൊടുക്കും. അതുമാതിരി തന്നെ പുറമേ ലേപന ഔഷധങ്ങളും ധാര പോലുള്ള ചികിത്സയൊക്കെ ചെയ്യുന്നു. പ്രധാനമായിട്ടും ത്രിഫല, വെട്പാലയൊക്കെ ചേർന്ന ഔഷധങ്ങൾ രോഗിയുടെ കണ്ടീഷൻസ് അനുസരിച്ച് എണ്ണയിൽ പാകപ്പെടുത്തിയതോ അല്ലെങ്കിൽ ധാരയായിട്ടോ ചെയ്യാറാണ് പതിവ്. അതിനോടൊപ്പം രോഗിയുടെ മാനസിക സ്വാസ്ഥ്യത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട് ആയുർവേദ ചികിത്സയിലും. തക്രധാര എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി ഈ ഒരു കണ്ടീഷൻ സബ്സൈഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മാനസിക സ്വാസ്ഥ്യം നിലനിർത്തുന്നതിനും വളരെ അത്യാവശ്യമാണ്. അതായത് ഔഷധങ്ങൾ മോരിൽ ലയിപ്പിച്ചിട്ടാണ് ആ ചികിത്സ ചെയ്യുന്നത്. അതും ചെയ്യേണ്ട ഒരു ഡ്യൂറേഷന് ഓരോ രോഗിയുടെ കാണിക്കുന്ന ലക്ഷണവും രോഗിയുടെ സ്വതവേയുള്ള അവസ്ഥയും അനുസരിച്ച് വ്യത്യാസമായിരിക്കും. ശമന ചികിത്സ കുറച്ച് അധികം നാൾ ചെയ്തതിന് ശേഷം വീണ്ടും ഈ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ചികിത്സാക്രമങ്ങൾ വീണ്ടും നമ്മൾ ആവർത്തിക്കേണ്ടിയും വരും. പുറമേ ഉള്ള ചികിത്സാ ലേപനങ്ങളുമൊക്കെ എത്ര നാൾ ചെയ്യണമെന്നും ഔഷധത്തിൽ മാറ്റം വരുത്തേണ്ടത് എപ്പോഴുമെന്നും ശരിക്കും ഒരു ഡോക്ടറിനെ കണ്ട് തന്നെ അത് കൃത്യമായി ചെയ്യണം. നമുക്ക് സോറിയാസിസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യരംഗമൊക്കെ എത്ര വളർന്ന് വലുതായി എങ്കിലും, എത്ര വികസിച്ചു എങ്കിലും വളരെയധികം കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു കണ്ടീഷനാണ്. കാരണം ഈ രോഗത്തിൻ്റെ ഒരു നമ്മുടെ ത്വക്കിൻ്റെ പുറത്ത് കാണുന്നത് കൊണ്ട് തന്നെയും അപ്പിയറൻസിലുള്ള പ്രശ്നം കൊണ്ട് തന്നെയും ഒരു ആഭംഗി കൊണ്ട് എപ്പം ഈ രോഗം മുഴുവനായി മാറിക്കിട്ടും എന്നുള്ളൊരു ചികിത്സയുടെ പുറകെ പോകാൻ ആൾക്കാർക്ക് സാധ്യത, ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മിറാക്കിൾ ട്രീറ്റ്മെൻറ്റിൻ്റെ പുറകെ പോകാതെ കൃത്യമായ ചികിത്സ ആവശ്യമായ ഒരു രോഗമാണ് നിയന്ത്രണ വിധേയമാക്കുകയും രോഗലക്ഷണങ്ങൾ കുറയ്ക്കുകയും റെക്കറൻസിൻ്റെ തോത് കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ആയുർവേദം ഈ ഒരു സോറിയാസിസ് എന്ന് പറഞ്ഞ രോഗത്തിന് ചികിത്സാ സമീപന രീതി. ഡോക്ടർ ദയവായി ലൈവിൽ തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. രാമായണ പുണ്യം വിതറുന്ന കർക്കിടക മാസ സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കാൻ രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ലൗകിക ജീവിതത്തിൽ രാമായണത്തിന്റെ പ്രസക്തി, രാമായണ വിചാരവുമായി പ്രശസ്ത നോവലിസ്റ്റും ചിന്തകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ. സകലാഭീഷ്ട സിദ്ധിയാണ് രാമായണത്തിൻ്റെ ഫലശ്രുതി. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും രാമായണ പാരായണത്തിലൂടെ സാധിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കർക്കിടക സന്ധ്യകളെ വിശുദ്ധമാക്കാൻ രാമായണ മാസ പ്രത്യേക സന്ധ്യാദീപം ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് സോറിയാസിസും അതിനുള്ള ആയുർവേദ ചികിത്സയും ഇതേക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചത് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്ന
ഒരു രോഗാവസ്ഥയാണോ? നമ്മൾ ആയുഷ്കാലം ലൈഫ് ലോങ് ഇതിൻ്റെ മരുന്ന് നമ്മൾ ഓരോ സമയപരിധി ഇടവിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം? തീർച്ചയായും അത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. അതായത് കൃത്യമായ ചികിത്സയും നമ്മുടെ ജീവിത ശൈലിയിലുള്ള വ്യതിയാനവും നമ്മുടെ മാനസിക സ്വാസ്ഥ്യവും ശരിയായി നിലനിർത്തുകയാണെങ്കിൽ നമ്മുടെ ജോലിയിലുള്ള മോഡിഫിക്കേഷൻസും അതായത് രോഗത്തിന് പ്രത്യേകമായിട്ടൊരു കാരണം പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില ഫാക്ടേഴ്സ് അതിനെ ട്രിഗർ ചെയ്യാറുണ്ട്. ഒരു കാലാവസ്ഥാ വ്യതിയാനം, തണുപ്പ് വരുമ്പോഴത്തേനും സോറിയാസിസ് കണ്ടീഷൻ വാസം ചെയ്യാറുണ്ട്. അതുമാതിരി സോറിയാസിസ് ഉള്ള പ്ലേക്സ് ഉള്ള ഭാഗം തുടർച്ചയായിട്ട് ഏതെങ്കിലും ഭാഗത്ത് തട്ടുകയോ ഉരസുകയോ ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ വീണ്ടും അത് അഗ്രവേറ്റ് ചെയ്യാനുള്ള സാധ്യത ഒഴിവാക്കാം. കൃത്യമായ ചികിത്സ വളരെ ദീർഘനാൾ ചെയ്യേണ്ടി വരുന്നൊരു രോഗമാണിത്. പൂർണ്ണമായും ഭേദമാക്കുക എന്നുള്ളത് രോഗിയുടെ കണ്ടീഷനും മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളതും രോഗത്തിൻ്റെ തീവ്രതയും അനുസരിച്ചിരിക്കും. പക്ഷേ പൂർണ്ണമായി, അതായത് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി നമുക്ക് തന്നെ ഒരു വില്ലനായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുന്ന രോഗമാണ്. ചികിത്സയോടൊപ്പം തന്നെ ചില ജീവിതശൈലി വ്യതിയാനങ്ങളും ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്ന് മോയ്സ്ചറായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം, വളരെ ഡ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ സൂര്യരശ്മികൾ ഏൽപ്പിക്കുന്നത്, രാവിലെയും വൈകുന്നേരമുള്ള വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. അങ്ങനെ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ നമ്മൾ ആഹാരത്തിലും ജീവിത രീതിയിലും ചികിത്സയിലും പാലിക്കേണ്ട രീതി കൃത്യമായിട്ടും, അതായത് ഒരു ചികിത്സ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കത് വ്യത്യാസം വരുന്നില്ല, കൂടുന്നു എന്ന് കണ്ടിട്ട് അത് അവിടെ നിർത്തിയിട്ട് മറ്റൊരു ചികിത്സയുടെ പുറകെ പോവുക, പൂർണ്ണമായും ഭേദമാക്കി തരാം എന്ന് പറയുന്നൊരു ചികിത്സയുടെ പുറകെ പോവുക. അതൊക്കെയാണ് ഇപ്പോൾ നമുക്കൊരു ഏതൊരു രോഗം വന്നാലും ലക്ഷണം മാറിയില്ല എന്ന് പറഞ്ഞിട്ട് വളരെ പാനിക്കായിട്ട് ഓരോ ചികിത്സയുടെ പുറകിൽ പോകാതെ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്ന രോഗമാണ്, പൂർണ്ണമായി ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. ഡോക്ടർ, ഭക്ഷണത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ഭക്ഷണകാര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും ഈ രോഗത്തിന് മാറ്റുന്നത്? ആയുർവേദത്തിൽ സോറിയാസിസ് പിന്നീട് വരാതിരിക്കുന്നതിനും സോറിയാസിസിൻ്റെ നിയന്ത്രണത്തിനും ചികിത്സാ കാലയളവിലും ഭക്ഷണ ക്രമീകരണം വളരെ അത്യാവശ്യമായിട്ടുള്ള രോഗമാണ് സോറിയാസിസ്. ദഹന വ്യവസ്ഥ സുസ്ഥിതിയിലായിരുന്നാലേ മാത്രമേ നമുക്ക് സോറിയാസിസ് ചികിത്സിക്കാനും അത് നിയന്ത്രണ വിധേയമാക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ മാംസം കൂടിയ ആഹാരം ഒഴിവാക്കുക, കഴിവതും വെജിറ്റേറിയൻ ആയിരിക്കാൻ പറയാറുണ്ട്. തൈരിൻ്റെ ഉപയോഗം കുറച്ചിട്ട് മോര് ഉപയോഗിക്കാവുന്നതാണ്. ഉഴുന്ന്, എള്ളെണ്ണ പോലുള്ള കാര്യങ്ങൾ ആഹാരത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നല്ല ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഹിസ്റ്റമിൻസും ഒക്കെ ഉള്ള പച്ചക്കറി ധാരാളം കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് വേറൊരു എന്ന് പറയുക വിരുദ്ധ ആഹാരം ഒഴിവാക്കാൻ പറയാറുണ്ട് സോറിയാസിസിൻ്റെ ചികിത്സയിൽ. അതായത് നമ്മുടെ ഒരു യൗവന അവസ്ഥയിൽ നമ്മുടെ ആരോഗ്യമൊക്കെ നന്നായിരിക്കുന്നതും ദഹന വ്യവസ്ഥയൊക്കെ സുസ്ഥിതിയിലായിരിക്കുമ്പോൾ വല്ലപ്പോഴും ഒക്കെ വിരുദ്ധാഹാരം ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നമുണ്ടായില്ല എന്നിരിക്കും. പക്ഷെ വളരെ ഒരു ലോങ് ടേം അത് യൂസ് ചെയ്യുമ്പോഴത്തേനും രോഗം ഒരു പ്രിഡിസ്പോസിങ് ഫാക്ടറായിട്ട്, രോഗത്തിൻ്റെ റിസ്ക് ഫാക്ടറായിട്ട് വരാറുണ്ട്. വിരുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ പാലിനോടുകൂടി പുളിയുള്ള പഴങ്ങൾ ഉപയോഗിക്കുക, തൈരിനോടുകൂടി മീൻ, തൈരിനോട് മാംസാഹാരം, പയറും തൈരും ഒക്കെ അങ്ങനെ ചേർത്ത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറയാറുണ്ട്. ആനിമൽ ഫാറ്റ് ഒഴിവാക്കാനും സോറിയാസിസിൻ്റെ ചികിത്സയിൽ അത്യാവശ്യമാണ്. ഇതാണ് ആഹാര ക്രമീകരണത്തിൽ വേണ്ട വ്യതിയാനം. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു രോഗം കൂടിയാണ്. പലർക്കുമുള്ള സംശയമാണ് ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമോ എന്നുള്ളത്. തീർച്ചയായും, അതായത് സോറിയാസിസ് എന്ന രോഗം പകരുമോ എന്നുള്ളത് അതിൻ്റെ ഒരു അപ്പിയറൻസ് കൊണ്ടും ത്വക്ക് രോഗങ്ങളുടെ ഒരു പ്രത്യേകത ലക്ഷണങ്ങൾ പെട്ടെന്ന് പുറത്ത് കാണുന്നത് കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ എളുപ്പമാണെന്ന് പറയും. പക്ഷേ രോഗിക്ക് വളരെ ഭംഗി എന്ന് പറയുന്നത് ഒരു രോഗിയിൽ അപകർഷതാ ബോധമൊക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉള്ള രോഗമാണ് സോറിയാസിസ്. പകരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരിക്കലും സോറിയാസിസ് പകരുകയില്ല. സോറിയാസിസ് പ്രത്യേകിച്ചും ചെറുപ്പക്കാരിലൊക്കെ ഉള്ളൊരു സംശയമാണ്. കല്യാണ പ്രായമൊക്കെ എത്തിയ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒക്കെ സോറിയാസിസ് പകരുമോ എന്നുള്ളൊരു സംശയം. സോറിയാസിസ് പകരാറില്ല. കൂടെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ കൂടെ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ടോ ഈവൻ വസ്ത്രം മാറി ഉപയോഗിക്കുന്നത് കൊണ്ടോ ഒന്നും സ്പർശിക്കുന്നത് കൊണ്ടോ ഒന്നും സോറിയാസിസ് രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഒരിക്കലും പകരാറില്ല. അതുകൊണ്ട് തന്നെ സോറിയാസിസ് ബാധിച്ച രോഗിയെ നമ്മുടെ സമൂഹത്തിൽ നിന്നോ അവരുടെ ജോലി സ്ഥലത്ത് നിന്നോ ഒന്നും നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഈ രോഗം പകരാറില്ല. ഓക്കെ ഡോക്ടർ, ഈ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു ഭൗതിക സൗന്ദര്യത്തെ ബാധിക്കുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ രോഗിയായിരിക്കുന്ന വ്യക്തിയുടെ മാനസിക ആരോഗ്യം വളരെ പ്രാധാന്യമാണ് ഈ ഒരു രോഗത്തെ നേരിടുന്നതിന്. അവർക്കുള്ള ഒരു സന്ദേശം എന്താണ്? അവർക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്?
തീർച്ചയായും. അതായത് രോഗം വരുന്നതിനും രോഗം ട്രിഗർ ചെയ്യുന്നതിന് രോഗിയുടെ മാനസിക അവസ്ഥ, അതായത് ഒരു മെൻ്റൽ സ്റ്റാറ്റസ് വളരെ പ്രധാനമാണ്. കാരണം സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്ത്, ടെൻഷനും ഒക്കെ ഉള്ള സമയത്ത് രോഗം അഗ്രവേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് സാധാരണ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം ചെറിയ പ്രായത്തിലൊക്കെ യൗവനത്തിലൊക്കെ ഈ സോറിയാസിസ് വരുമ്പോഴത്തേനും ആ ഒരു അപ്പിയറൻസിൻ്റെ പ്രശ്നം കൊണ്ടിട്ട്. പക്ഷേ ഈ ഒരു രോഗം പകരുന്നതല്ല. രോഗം കൃത്യമായി ചികിത്സിക്കുകയാണെങ്കിൽ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ മാനസിക സ്വാസ്ഥ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ രോഗം വന്നു പോയി എന്ന് വെച്ചിട്ട് മാറില്ല എന്ന് വെച്ചാൽ വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടിരുന്നാൽ രോഗം വർദ്ധിക്കുന്നതിനും ചികിത്സയും അത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തീർച്ചയായും മാനസിക ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു മെൻ്റൽ സ്റ്റാറ്റസ്, മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് സോറിയാസിസിൻ്റെ ചികിത്സയിലും അതിനെ നിയന്ത്രണ വിധേയമാക്കുന്നതിനും അത്യാവശ്യമാണ്. അതുമാതിരി നമ്മൾ എന്തെങ്കിലും, കാരണം മാനസിക അസ്വാസ്ഥ്യം വരുമ്പോഴത്തേനും പലപ്പോഴും യുവാക്കൾ അഭയം പ്രാപിക്കുന്നതായിരിക്കും പുകവലി, മദ്യപാനമൊക്കെ. പക്ഷേ ഈ രണ്ട് കണ്ടീഷൻസും, പുകവലി, മദ്യപാനം അമിതമാകുന്നത് രോഗം വർദ്ധിപ്പിക്കാൻ സാധ്യത കൂട്ടുന്നു. അതുകൊണ്ട് ഒരു മെൻ്റൽ സ്റ്റാറ്റസ്, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മെൻ്റൽ സ്റ്റാറ്റസ് ഉള്ളത് രോഗനിയന്ത്രണത്തിനും രോഗം കൂടുതൽ വരാതിരിക്കുന്നതിനും രോഗത്തിൻ്റെ ചികിത്സയിലും അത്യാവശ്യമാണ്. ഓക്കെ, സോറിയാസിസും ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം കല്ലിയൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി GP ആണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ഏറെ വിലപ്പെട്ട ഉപദേശങ്ങളും കാര്യങ്ങളും ഈ വിഷയത്തിൽ പങ്കുവച്ചതിന്. മറ്റൊരു വാർത്തയിലേക്ക്. തൈര് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. തൈരിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോബാസിലസ് ബാക്ടീരിയയ്ക്ക് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അതിലൂടെ കൂടുതൽ തൈരിൻ്റെ ഉപയോഗം മാനസിക നില മെച്ചപ്പെടുത്തുമെന്നാണ് ഗവേഷകരുടെ വാദം. വാഷിംഗ്ടണിലെ വെർജീനിയ സർവകലാശാലയാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത്. എലികളിലായിരുന്നു പരീക്ഷണം. ബാക്ടീരിയയും വിഷാദരോഗവും തമ്മിലുള്ള ബന്ധം മാനസിക രോഗ ചികിത്സാ രംഗത്ത് പുതിയ കണ്ടെത്തലുകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും ഉപയോഗിക്കുന്ന ഡിസ്പോൺസിബിൾ പ്ലാസ്റ്റിക് കുപ്പികളിൽ ടോയ്ലറ്റ് സീറ്റിലുള്ളതിനേക്കാൾ കൂടുതൽ ബാക്ടീരിയകൾ താമസമെന്ന പഠനങ്ങൾ. സ്മാർട്ട് ഫോണുമായി കൂടുതൽ ഇടപഴകി വളരുന്ന കുഞ്ഞുങ്ങൾ വളരെ പതുക്കെ മാത്രമേ സംസാരിച്ചു തുടങ്ങൂവെന്ന് ഗവേഷകർ. തൈരിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോബാസിലസ് ബാക്ടീരിയയ്ക്ക് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പഠനം. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrutatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrutatv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.